പ്രിയപ്പെട്ട കുട്ടികളെ, NMMSന്റെ മാറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. 2024 മെന്റൽ എബിലിറ്റിയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: KEL NDM QCN എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, KEL NDM QCN നോക്കാം നമുക്ക്. കെയും ഇയും എല്ലും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. കെ കഴിഞ്ഞിട്ട് എൻ കഴിഞ്ഞ് ക്യൂ കഴിഞ്ഞില്ല നമ്പർ. അപ്പോൾ നോക്കിയേ, കെയും എന്നും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നോക്കിയേ, ഇവിടെയാണ് കെ കിടക്കുന്നത്. കെ കഴിഞ്ഞ് എൽ എം കഴിഞ്ഞാണ് എൻ. കെ കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് എൻ എടുത്തത്. അതേപോലെ എൻ കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് എടുത്തതിന് ശേഷമാണ് ക്യൂ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെടുക്കണം? ക്യൂ കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ടി ആയിരിക്കണം അടുത്ത ലെറ്റർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് കിട്ടി ടി. എന്നെ നോക്കിയേ, ഇത് ഇ ഡി സി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ബി അല്ലേ? ബി സി ഡി ഇ. ഇവിടെ നോക്കിയേ, എൽ എം എൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒ. എൽ എം എൻ ഒ. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കണം ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓരോ ലെറ്റേഴ്സും തമ്മിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഉത്തരം കണ്ടെത്താം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ, KZM LXP MVS അടുത്തതാണ് കണ്ടുപിടിക്കുന്നത്. നോക്കിയേ, KLM. അപ്പം അടുത്തത് ഏതായിരിക്കും? എൻ. KLMN കിട്ടിയല്ലോ. അടുത്ത നോക്കിയേ, ZXV. ഏതൊക്കെയാണ് പറഞ്ഞത്? ZXV. നോക്കിയേ, ZXV. അപ്പം അടുത്തത് ഏതായിരിക്കും? ടി അല്ലേ? 1 വിട്ടിട്ട് സെഡ് കഴിഞ്ഞു, വൈ വിട്ടു, എക്സ് എടുത്തു. എക്സ് എഴുതി, ഡബ്ല്യു വിട്ടു, വി എടുത്തു, യു വിട്ടു, ടി എടുത്തു. ZXVT. അപ്പം അടുത്തത് ഏതായിരിക്കും? ടി. അടുത്ത നോക്കിയേ, MPS. ഏതൊക്കെയാ പറഞ്ഞത്? MPS. നോക്കിയേ, എം കഴിഞ്ഞ് 2 വിട്ടതിന് ശേഷം പി. പി കഴിഞ്ഞ് 2 വിട്ടതിന് ശേഷം എസ്. എസ് കഴിഞ്ഞ് 2 വിട്ടതിന് ശേഷം വി. അപ്പം ഏതാ അടുത്ത നമ്പർ? അടുത്ത ലെറ്റർ വി. NT വി. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, IJK MNO RST. ഇതൊക്കെ 2024 ക്വസ്റ്റ്യൻ ആണേ. IJK നോക്കാം നമുക്ക്. ഐയും ജെയും കെയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എടുത്തതോ MNO. അപ്പം എന്ത് ചെയ്തു? IJK കഴിഞ്ഞിട്ട് എല്ലിനെ വിട്ടു. എല്ല് വിട്ടതിന് ശേഷം എന്ത് ചെയ്തു? MNO എടുത്തു. അടുത്തത് ഏതാ പറഞ്ഞത്? RST. RST എടുക്കുമ്പോൾ എന്ത് ചെയ്തു? RST എടുക്കുമ്പോൾ പിയും ക്യൂവും 2 വിട്ടു. ഇവിടെ എന്താ ചെയ്തത്? IJK എടുക്കുമ്പോൾ എല്ല് എന്ന് പറഞ്ഞാൽ 1 ലെറ്റർ വിട്ടതിന് ശേഷം MNO എടുത്തു. അടുത്തതോ പിയും ക്യൂവും 2 ലെറ്റർ വിട്ടതിന് ശേഷം RST എടുത്തു. അപ്പോൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? 3 ലെറ്റർ നമ്മൾ വിടണം. യുവും വിയും ഡബ്ല്യൂയും വിട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് XYZ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? XYZ. അടുത്ത ചോദ്യം നോക്കാം. കേരള എന്നത് LFSBMB എന്ന്, ആന്ധ്ര എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കേരളക്ക് ലെറ്ററിന് കോഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ റിലേഷൻ എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. നോക്കിയടാ, കെ കഴിഞ്ഞിട്ട് തന്നത് കെൻ്റെ ലെറ്ററായിട്ട് കെക്ക് താഴെ തന്നത് L ആണ്. കെക്ക് താഴെ തന്നത് L. അടുത്തതോ ഇ കഴിഞ്ഞിട്ട് എഫ്. ഇയും എഫും. ഇനി ആറിന് തന്നത് എസ്. ഇവിടെ റിലേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തൊട്ടടുത്ത് വരുന്ന നമ്പറാണ് തന്നത്. കെ ആണെങ്കിൽ കെയുടെ താഴെ എഴുതിയ നമ്പർ L ആണ്. ഇനി ഇ ആണെങ്കിൽ എഫ് ആണ്. ആർ ആണെങ്കിൽ എസ് ആണ്. എ ആണെങ്കിൽ ബി ആണ്. ഇനി എൽ ആണെങ്കിൽ എം ആണ്. എ ആണെങ്കിൽ ബി. അങ്ങനെയാണെങ്കിൽ ആന്ധ്ര കാണാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്ത ലെറ്റർ എഴുതുക. എ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എ ആണെങ്കിൽ ബി ഇല്ലേ? എ ആണെങ്കിൽ ബി. എൻ ആണെങ്കിലോ? എന്നിൻ്റെ ലെറ്ററിൻ്റെ അടുത്ത് വരുന്നത് ഒ. എൻ ആണെങ്കിൽ ഒ. ഇനി ഡി ആണെങ്കിലോ? ഡി ആണെങ്കിൽ ഡിയുടെ തൊട്ടടുത്ത ലെറ്റർ ഇ. അടുത്തത് ആർ ആണെങ്കിലോ? ആറിൻ്റെ തൊട്ടടുത്ത് വരുന്നത് എസ്. എച്ച് ആണെങ്കിലോ? എച്ചിൻ്റെ തൊട്ടടുത്ത് ഐ. ഇനി എ ആണെങ്കിലോ? എയുടെ തൊട്ടടുത്ത ലെറ്റർ ബി. അപ്പോൾ
ഇത് ആദ്യമേ ചെയ്യുന്ന സമയത്തൊന്നും ഇതുപോലെ നിങ്ങൾക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? കുറേ പ്രാവശ്യം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ വന്നത്, ഈ രീതിയിലും ഇതിന്റെ റിലേഷൻ വരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കൂടുതലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇത്രയും 2024 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് കിട്ടിയെന്നുള്ളത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് റിലേഷൻ കണ്ടുപിടിച്ച് ആൻസറിലേക്ക് എത്തുക. അടുത്ത ചോദ്യം നോക്കാം. ക്രിയേറ്റിങ്ങിന് ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. സിയുടെ നമ്പർ 2, ആറിന്റെ നമ്പർ 3, ഇ ആണെങ്കിൽ 4, എ ആണെങ്കിൽ 5, ടി ആണെങ്കിൽ 6, ഐ ആണെങ്കിൽ 7, എൻ ആണെങ്കിൽ 8, ജി ആണെങ്കിൽ 9. അങ്ങനെയാണെങ്കിൽ റേറ്റിന്റെ നമ്പർ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, 6ന് താഴെ നിന്നിരിക്കുന്ന നമ്പർ ഏതാ? അത് 3. അപ്പൊ 6ന്റെ നമ്പർ ഏതാ? 3. എക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതാ? അത് 5. അപ്പൊ എയുടെ നമ്പർ 5. ഇനി ടീയുടെ നമ്പർ ഏതാ? 6. ടീയുടെ നമ്പർ 6. അടുത്തത് ഈയുടെ നമ്പർ 4. ഈയുടെ നമ്പർ 4. കണ്ടില്ലേ? ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് ഇതേപോലെ നമ്പർ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സി സമം 3. എന്താ പറയുന്നത്? സിയുടെ നമ്പർ 3. എയും ബിയും ഇയും ചേർന്നാൽ 8. എയുടേത് 1 ആയിരിക്കും, ബി 2 ആയിരിക്കും, 4 ഇത് 5 ആയിരിക്കും. എന്താ പറഞ്ഞത്? എയുടേത് 1, ബി 2, ഇ ആണെങ്കിൽ 5. കൂട്ടി നോക്കിയേ, 5, 6, 7, 8 കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബിളിനത് കണ്ടുപിടിക്കണം. എ എത്രയാ? 1. ബി എത്രയാ? 2. ഇനി എല്ലിൻ്റെത് എത്രയാ? 5, 6, 7, 8, 9, 10, 11, 12. എൽ എത്രയാ? 12. അപ്പൊ ഇവിടെ എല്ല് 12, ഈയുടെ നമ്പർ എത്രയാ? 5. ഇനി കൂട്ടിക്കൂടെ, 12, 5, 2, 1. 5, 6, 6, 4, 10, ശിഷ്ടം 1, 1, 1, 2. അപ്പൊ ഉത്തരം എത്രയാ? 20. ഏബിൾ എന്ന് പറയുന്നത് 20. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതും ചോദിച്ചത്. ബി സമം 2. ബി എന്ന് പറയുന്നത് 2. സി എ ബി 6. സി എത്രയാ? സി 3, എ 1, ബി 2. നോക്കിയേ, 3, 4, 5, 6 കറക്റ്റ്. ഇനി ഡി ഇ ജി എച്ച് ആണ് കണ്ട്. ഡിയുടെ നമ്പർ നമുക്കറിയാം 4. അപ്പൊ ഡി എത്രയാ? 4. ഇ 5, ജി ആണെങ്കിലോ 5, 6, 7, എച്ച് ആണെങ്കിലോ 8. ഇനി കൂട്ടിക്കൂടെ, 8, 7, 5, 4. 5, 4, 9, 9, 7, 16, 16, 8, 24 അല്ലേ? എത്രയാ? 24 ആണ് ആൻസർ. ലാസ്റ്റ് ചോദ്യം നോക്കാം. MANU, അതായത് മനുവിന് L, B, M, V ആണ് തന്നത്. L ആണ് തന്നത്. എമ്മിന് L തരണമെങ്കിൽ റിലേഷൻ നോക്കുക. എമ്മിന് തൊട്ട് മുമ്പുള്ള നമ്പറാണ്, തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് എഴുതിയത് L. അങ്ങനെയാണെങ്കിൽ ബിയുടെ തൊട്ട് മുമ്പുള്ള ലെറ്റർ ഏതാ? എ. അടുത്തത് എന്താ? എ കഴിഞ്ഞുള്ള ലെറ്ററാണ് ബി. എ കഴിഞ്ഞുള്ള ലെറ്ററാണ് ബി. അപ്പോൾ എ കഴിഞ്ഞുള്ള ലെറ്ററായ ബി എടുക്കാം. അടുത്തതോ N, M. നോക്കിയേ, എന്നിന് തൊട്ട് മുമ്പുള്ള ലെറ്ററാണ് M. അപ്പോൾ എമ്മിന് തൊട്ട് മുമ്പുള്ള ലെറ്ററായ L ഇവിടെ എടുക്കുക. അടുത്തതോ യു വി. യു കഴിഞ്ഞുള്ള ലെറ്ററാണ് വി. യു കഴിഞ്ഞുള്ളതാണ് വി. അതുപോലെ ഇവിടെ ഏതാ? വൈ. വൈ കഴിഞ്ഞുള്ളത് ഏതാ? സെഡ്. ഏതാ എടുക്കണ്ടേ? സെഡ്. അപ്പം ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ്റെയും റിലേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരുക. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഈ പറഞ്ഞ മാറ്റിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഒരാളും ഒരു മാർക്ക് പോലും ഈ ഭാഗത്ത് നിന്ന് മിസ് ചെയ്യരുത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നത് വരെ ബൈ.